അപ്പോൾ നമ്മുടെ എന്നൂർ യാത്രയുടെ 3-ാം ഭാഗമാണ് കേട്ടോ ഇത്. അപ്പോൾ അവിടെ ഒരു കുടിലിൽ ഒരു ഹാള് പോലെയാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ അവിടെ നമുക്ക് ഇരിക്കാനൊക്കെയുള്ള കുറച്ച് സ്ഥലമുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇതേപോലെ പരിപാടി അവതരിപ്പിക്കാൻ പറ്റിയ അങ്ങനെയൊക്കെയുള്ള ഒരു ഹോള് പോലുള്ളൊരു ഭാഗമാണ്. അപ്പോൾ എന്ത് ചെയ്തു, കുട്ടികൾ രണ്ടുപേരും പൊന്നും വാവയും കൂടെ അവിടെ നിന്ന് കുറച്ച് സമയം കളിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. ഡാൻസൊക്കെ കളിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫസ്റ്റ് കൂടലിലേക്ക് വന്നു. അപ്പോൾ അവിടെ തുടിമുട്ടുകയും ചീനിയെ വിളിച്ച് പാട്ടൊക്കെ പാടുന്നു. അവർ ആ ഒരു സംഗീതോപകരണം വായിക്കുന്നുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ ടൂറിസ്റ്റുകൾ കുറേ പേരൊക്കെ അവിടെ നിന്ന് ഡാൻസൊക്കെ കളിക്കാൻ തുടങ്ങി കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. ഒറിജിനൽ സ്റ്റെപ്പ് അല്ലെങ്കിൽ അവർക്ക് പറ്റും പോലെ ഒരു സ്റ്റെപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അവർ കളിക്കുന്നത് കണ്ടപ്പോൾ ഉമ്മച്ചിയും ഉമ്മച്ചീൻ്റെ കൂട്ടുകാരൊക്കെ ഉമ്മച്ചീൻ്റെ വീട് കോളനീൻ്റെ അടുത്താണ് കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ ഉമ്മച്ചി അവരുടെ കൂടെ കളിക്കാൻ തുടങ്ങി. ഉമ്മച്ചി കാണിച്ചു കൊടുത്തപ്പോൾ അതുപോലെ വാവയും ചെയ്ത് നോക്കി കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ഇവിടെയാണ് ഞങ്ങൾ കുട്ടികളെ കൊണ്ടിരുന്ന സ്ഥലം കേട്ടോ. ഇവിടെ നിന്നാണ് കുട്ടികൾ ഡാൻസൊക്കെ കളിച്ചത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ മേലേക്ക് കയറി വന്നു. അവിടെ ക്രാഫ്റ്റിൻ്റെ സാധനങ്ങൾ വെക്കുന്ന ഒരു കട ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ കരകൗശല വസ്തുക്കൾ തന്നെയാണ്. മഴരത്തിലും മുളയിലും തടിയിലൊക്കെ ചെയ്തിരിക്കുന്ന വസ്തുക്കളാണ് കേട്ടോ മൊത്തമായിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ അതൊക്കെ ഒന്ന് കണ്ടു. പിന്നെ അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിട്ടോ. ഇതാണ് ഞാൻ വാങ്ങിയത്. മുളയുടെ പുട്ടുകുറ്റി, കുറച്ച് തവികൾ, ചില്ലൊക്കെ ഇടാനുള്ള സൗകര്യമുണ്ട്. പിന്നെ പുട്ട് കുത്താൻ വേണ്ടിയിട്ടുള്ളൊരു കോലുണ്ട്. പിന്നെ കുറച്ച് ചട്ടകം തവികൾ, പിന്നെ ചോറ് വെള്ളം ഊറ്റിയെടുക്കാൻ പറ്റിയ അങ്ങനത്തെ ഒരു തവി, പപ്പടം കുത്തി, പിന്നെ നീമിൻ്റെ തടി കൊണ്ടുണ്ടാക്കിയ ഒരു ചീപ്പ്. ഇത്രയും സാധനങ്ങൾ ഞാൻ വാങ്ങി കേട്ടോ. വീട്ടിൽ ഉമ്മച്ചിയും വാങ്ങി ഇതേപോലെ കുറച്ച്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചിറങ്ങി. ഇപ്പം ജീപ്പിൽ തന്നെയാണ്. വൈകുന്നേരം ഒരു 5:30 സമയമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു മഴൻ്റെ ലക്ഷണമൊക്കെ ഉണ്ടായിരുന്നു ആ സമയപ്പോഴേക്കും. ചൂടൊക്കെ ഒന്ന് കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ടൂറിസ്റ്റുകളുടെ സമയമൊക്കെ കുറഞ്ഞതുകൊണ്ട് തന്നെ ആ സമയമൊക്കെ കഴിഞ്ഞുകൊണ്ട് അവിടെ ആളൊക്കെ കുറവായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ചുരം വ്യൂ പോയിൻറ്റിലേക്കാണ്. അവിടെ ഒരു 10 മിനിറ്റ് നിന്നു. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ മഴക്കാറുള്ളത് കൊണ്ട് തന്നെ ഒരു ഇരുട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു 6 മണിയൊക്കെ ആയി. അങ്ങനെ അവിടെ ഒരു 5 മിനിറ്റൊക്കെ നിന്ന് ഞങ്ങൾ തിരിച്ചു പോരുന്ന വഴി കരിന്തണ്ടൻ സ്മാരകം അവിടെ ഇറങ്ങി ഫോട്ടോ ഒക്കെ എടുത്തു, വീഡിയോ ഒക്കെ പിടിച്ചു. അപ്പോൾ വയനാട്ടുകാർക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ആളാണല്ലോ കരിന്തണ്ടൻ മൂപ്പൻ. അപ്പോൾ അവിടെ ഒന്ന് സന്ദർശിച്ചു. അവിടെ നിന്ന് ഞങ്ങൾ പിന്നെ അന്നത്തെ എന്നൂർ യാത്ര മതിയാക്കി കേട്ടോ.